എൻ്റെ പേര് സന്ദീപ് എന്നാണ്. ഞാൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നത്. ഇതെൻ്റെ ഫാമിലി. വൈഫ് രശ്മി, മോള് ശ്രുതിക. വീടെന്ന് പറയുന്ന ഒരു സ്വപ്നത്തിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പേടി ആരെ ഏൽപ്പിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെയാണ് മഹേഷിനെ പറ്റിയും മോണോസറസിനെ പറ്റിയും നമുക്ക് സജസ്റ്റ് ചെയ്തത്. ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറയുന്നത് നമ്മുടെ പ്ലോട്ടായിരുന്നു. നമുക്ക് സ്ഥലം ഉണ്ടായിരുന്നു, പക്ഷെ സ്ഥലം ഒരു 4 സെൻറ്റ് എടുത്തും അതും നമ്മുടെ ഒരു ഷേപ്പ്ലെസ് ഒരു പ്ലോട്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്ലോട്ടിൽ പണി തീർക്കുക എന്ന് പറയുന്നത്, ഒരു പ്ലാൻ വരയ്ക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യമേ മഹേഷിനോട് സംസാരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ഐഡിയാസ് എല്ലാം ഡെലിവർ ചെയ്യുമ്പോഴാണേലും എക്സാക്ട്ലി പറഞ്ഞാൽ എനിക്ക് വീട് എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു എലവേഷൻ പോലും ഞാൻ കുറേ സ്ക്രീൻഷോട്ടുകൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ നമ്മുടെ ഐഡിയ ഒക്കെ മഹേഷിനോട് പറയുമ്പോൾ മഹേഷ് നമുക്ക് തിരിച്ച് തന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ എന്താണോ സേവ് ചെയ്ത് വെച്ചിരുന്നത് അതിൻ്റെ ഒരു 90% മഹേഷിൻ്റെ ഐഡിയയിൽ നിന്ന് വന്നിരുന്നു. അതായത് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു കൺസേൺ കൂടെ ആയിരുന്നു ബഡ്ജറ്റ്. അപ്പം ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെക്കാൾ അധികം കൺസേൺഡ് ആയിരുന്നത് മഹേഷാണ്. ഞങ്ങളൊരു സജഷൻ പറയുമ്പം അത് മഹേഷ് അക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിൽ ബെസ്റ്റ് എങ്ങനെ എടുക്കാം എന്നുള്ള രീതിയിൽ മഹേഷ് ഞങ്ങളെ ശരിക്കും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും മുമ്പ് പറഞ്ഞ പോലെ തന്നെ ലിവിങ് സ്പേസ് ആണെങ്കിലും കിച്ചൺ ആണെങ്കിലും ആ ലിമിറ്റഡ് സ്പേസിനുള്ളിൽ എത്രത്തോളം വർക്കൗട്ട് ചെയ്യാം എന്നുള്ളത് തന്നെയായിരുന്നു. കാരണം എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വരുമ്പോഴും നമുക്ക് എന്ത് ഡിസിഷൻ എടുക്കണം, കോസ്റ്റ് ഫ്രണ്ട്ലി എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുമ്പോൾ മഹേഷിന് ക്ലിയർ കട്ടായിട്ടൊരു പിക്ചർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതൊരു 6 മാസത്തിനുള്ളിൽ ഇതൊരു വീടായിട്ട്, അതുപോലെ മനോഹരമായ ഒരു വീടായിട്ട് പര്യവസാനിച്ചത്. അപ്പം അതിൽ ശരിക്കും മഹേഷിനെയും മോണോസറസിനെയും ടീമിനെയും എടുത്തു പറയേണ്ടതാണ്. പിന്നെ ഈ സ്റ്റാഫൊക്കെ ആണെങ്കിലും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പം വർക്ക് തീർക്കുന്നതിലും അതുപോലെ തന്നെ നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് പിന്നീടാണെങ്കിലും വീട് പണിക്ക് ശേഷമാണെങ്കിലും നമ്മൾ ഭയങ്കര അപ്രോച്ചബിൾ ആണ്. മഹേഷിൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചാൽ മഹേഷ് ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിട്ട് നമുക്ക് കൂടെയുണ്ട്. വേണ്ടൊരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട് പണി കഴിഞ്ഞതിന് ശേഷം നമുക്ക് സർവീസ് ചെയ്യാൻ ആരൊക്കെ വരും, എന്തൊക്കെ ചെയ്തു തരും എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് ഓണേഴ്സിനുള്ള ഒരു കൺസേൺ എന്ന് പറയുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹേഷ് നല്ല രീതിയിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സജസ്റ്റ് ചെയ്യുന്നുണ്ട്.